5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കണ്ണൂരിലെ കായലോട് നടന്നിട്ടുള്ള കൂത്തുപറമ്പിലും പിണറായിക്ക് അടുത്തുള്ള കായലോട് നടന്നിട്ടുള്ള റസീനയുടെ കൊലപാതകം ട്വിസ്റ്റ്. ആ കൊലപാതകം ഒരു സദാചാര കൊലപാതകമാണെന്നുള്ള ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. പ്രതികൾ മർദ്ദിച്ചു, ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു എന്നുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയപ്പോൾ തന്നെ ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്ന രീതിയിൽ ഒരു കുറിപ്പ് ലഭിച്ചതായി, റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതായി കമ്മീഷൻ നിതിൻ രാജ് വ്യക്തമാക്കി. അപ്പോഴും യുവാവിനെ പ്രതികൾ മർദ്ദിച്ചിരുന്നെന്നും ഇയാളെ കാണാനില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. അങ്ങനെ കമ്മീഷൻ പറയുമ്പോഴും മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട്. ഈ പെൺകുട്ടിയുടെ ഉമ്മ വന്ന് പറയുകയാണ്, 40 പവൻ സ്വർണവും പിന്നെ കുറേ പണവും കൊടുത്താണ് റസീനയുടെ വിവാഹം നടത്തിയത്. ആ സ്വർണം ഈ പരിചയപ്പെട്ട് സംസാരിക്കാൻ വന്ന സുഹൃത്ത് 2-3 ദിവസമായി വീട്ടിൽ വരികയും എന്തോ കള്ളത്തരവൊക്കെ പറഞ്ഞ് ആ സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് ചോദ്യം ചെയ്തതാണ് വഴിയിൽ വെച്ച് അവർ വഴക്കൂടുന്ന കണ്ടപ്പോഴാണ് ഈ ബന്ധുക്കളായ 3 കുട്ടികൾ അതിനകത്ത് ഇടപെട്ടതെന്നും അവർ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഉമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കേസ് ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമാണ് ഈ കാര്യങ്ങൾ, വളരെ വളരെ രസകരമാണ്. ഒരു സദാചാര കൊല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സദാചാര കാര്യങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരു ആത്മഹത്യ നടക്കുന്നതായിട്ടൊരു വാർത്ത വരുന്നു. അവർ ആത്മഹത്യ കുറിപ്പെഴുതി വയ്ക്കുന്നു റസീന. അത് മറ്റൊരു പുരുഷനോട് സംസാരിച്ചു, ഭർത്താവിനപ്പുറം മറ്റൊരു പുരുഷനോട് സംസാരിച്ചതാണ് പ്രശ്നമെന്ന് പറയുന്നു. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. കണ്ണൂരിൽ നിന്നുള്ള മുൻ MLA-യും CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമൊക്കെ ആയിട്ടുള്ള ശ്രീമതി ടീച്ചർ വരുന്നു രംഗത്ത്. അവർ പറയുന്നു, ഇങ്ങനെ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനോട്, ഭർത്താവല്ലാതെ ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ ഭർത്താവിനോടല്ലാതെ മച്ചാനോടല്ലാതെ മറ്റൊരു പുരുഷനോട് സംസാരിക്കുന്നത് തെറ്റാണോ? അത് താലിബാനിസമാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് മുസ്ലിം പണ്ഡിതന്മാരായ പലരും രംഗത്ത് വന്ന് പറയുന്നു, മുസ്ലിം സഹോദരങ്ങളൊക്കെ വന്ന് ട്രോളായി പറയുന്നു, ഒരു പരിധി വരെ സംസാരിക്കാം, ഒരു സ്ത്രീക്ക് ഭർത്താവിനപ്പുറം ഒരു പരിധി വരെ സംസാരിക്കാം, അതിനപ്പുറം സംസാരിക്കാൻ പാടില്ല. ആരാണ് ഈ പരിധി തീരുമാനിച്ചത്? രസകരമാണ് കാര്യങ്ങൾ ആലോചിച്ചാൽ. അപ്പോൾ താലിബാനിസം, നമ്മുടെ ശ്രീമതി ടീച്ചർ പറയുമ്പോൾ താലിബാനിസമാണോ? ഒന്നാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, ഈ പെൺകുട്ടി മരിച്ച സ്ത്രീയെ മുസ്ലിം വനിത എഴുതി വച്ചിരിക്കുന്നത് പോലെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ ഈ പറഞ്ഞ മറ്റ് സുഹൃത്തുക്കൾ വന്ന 3 പേരാണോ? അയാളുടെ സുഹൃത്തിനെ ആത്മഹത്യ ചെയ്തത് ഞാൻ കൂടി കാരണമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണോ ആത്മഹത്യ ചെയ്തത്? അതോ ഈ ഉമ്മ പറയുന്നതാണോ ശരി? 40 പവൻ സ്വർണം കൊണ്ടുപോയി, അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതെന്ന് ഉമ്മ പറയുന്നത്. ആര് പറയുന്നതാണ് ശരി? എന്തായാലും പോലീസിൻ്റെ പുതിയ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. ചിലപ്പോൾ നുണപരിശോധന അടക്കം നടക്കേണ്ടത് വരും. ഒരുപാട് അന്വേഷണം പല രൂപത്തിൽ വരേണ്ടി വരും. ഒരാൾ എന്തായാലും ആത്മഹത്യ ചെയ്തു, ഇനി അവരിൽ നിന്ന് അന്വേഷണം എടുക്കാനില്ല. അവരുടെ ആത്മഹത്യാക്കുറിപ്പോ അല്ലെങ്കിൽ മുൻ സാഹചര്യ തെളിവുകൾ മാത്രമേ എടുക്കാനുള്ളൂ. അതേസമയം ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, 3 പേരും ജീവിച്ചിരിപ്പുണ്ട്, മർദ്ദനം കിട്ടിയ ആളും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇനി സ്വർണ്ണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ കേസ് വീണ്ടും ട്വിസ്റ്റ് ആകുമോ എന്നുള്ളതാണ്. എന്തായാലും സദാചാര കൊലകളും ആൾക്കൂട്ട വിചാരണകളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് സൂചന. അങ്ങനെ വർദ്ധിച്ചു വരികയാണെങ്കിൽ താലിബാനിസത്തിലേക്ക് പോകുന്നതാണ് എന്നുള്ളതാണ് ശ്രീമതി ടീച്ചറിനെ പോലുള്ള ആളുകൾ. പക്ഷേ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക നായകരെവിടെയാണ്? നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരെവിടെയാണ്? അല്ല, ഇതൊരു വടക്കേ ഇന്ത്യയിൽ നടന്നതാണെങ്കിൽ ഉടനെ തന്നെ എല്ലാവരും കൂടെ റെഡിയായി ഇവിടെ ഇറങ്ങി വേണ്ട ബഹളമുണ്ടാക്കും. എവിടെയാണ് അവരൊക്കെ? അവർ ഒരുപക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പോയി, അതിൻ്റെ ക്ഷീണം കാരണം 2 പക്ഷത്തേക്കും പോയല്ലോ, 3 പക്ഷത്തേക്കും പോയി കുറേ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ. അങ്ങനെ പോയതിൻ്റെ ഭാഗമായി നിലമ്പൂർ വരെ യാത്ര ചെയ്ത് തിരിച്ചു പോയതിൻ്റെ ഭാഗമായി ക്ഷീണത്തിലായിരിക്കും. അവർ ഉറങ്ങുന്നു. അവർ സുഖമായി ഉറങ്ങട്ടെ, നമുക്കവരെ ശല്യം ചെയ്യേണ്ട. അവർ ഉണരുമ്പോൾ അവർ എന്ത് പറയുന്നു എന്നറിയാൻ നമുക്ക് സാഹൂതം കാതോർക്കാം. അവർ പറയുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും കാര്യങ്ങൾ നിൽക്കാം. തീർച്ചയായിട്ടും കേരളത്തിൽ എന്ത് സംഭവമുണ്ടായാലും ഓരോ സാംസ്കാരിക നായകരും സാമൂഹ്യ പ്രവർത്തകരും പറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അവർ പറയും. ചിലർ പറയുന്നത് ഒരു 1.5 പറച്ചിലായിരിക്കും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ മഹിളാ സംഘടനകളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ എവിടെ പോയി ആക്ടിവിസ്റ്റുകളൊക്കെ എന്നുള്ളൊരു ചോദ്യം വളരെ വ്യക്തമാണ്. അവർ വരുമായിരിക്കും. നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിപ്പോയി. പ്ലീസ് വെയിറ്റ്. പിന്നെ മഴയുമൊക്കെ ഉണ്ട്. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് അവരുടെ പ്രസ്താവനകൾ കിട്ടും. നമുക്ക് സംതൃപ്തി അടയാം.